ഹലോ ഗൈസ്, ഇന്നും ഒരു ലുലു യാത്രയാണ് കേട്ടോ. നമ്മളിത് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല പോണത്, ഇന്ന് ഫാമിലി ആയിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങളിതാ പുളിഞ്ചോട്ടിൽ ഒന്ന് വണ്ടി വെച്ചിട്ട് അവിടുന്ന് മെട്രോക്ക് കയറിയാണ് കേട്ടോ പോണത്. അവിടെ ചെന്ന് ഇറങ്ങിയ പാടെ കുട്ടിക്ക് അതെ ചോക്ലേറ്റ് വേണം. അങ്ങനെ ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്ത് ഒരു കരിമ്പ് ജ്യൂസും കുടിച്ച് ഞങ്ങൾ നേരെ എൻട്രൻസിലേക്ക് നടക്കാമെന്ന് വിചാരിച്ച്. ഓൾറെഡി ഞങ്ങൾ വൈകിയേക്കാണ്. ഞങ്ങളെന്ന് ഉദ്ദേശിച്ച് ഞാനാണ് കേട്ടോ വൈകിയത്. അവൾ കുറേ നേരം റെഡി ആയിരുന്നിട്ട് എന്നെ വിളിക്കണു എവിടെയായെന്ന് ചോദിച്ചിട്ട്. ഞാനാണ് വൈകിയേക്കണേ, എവിടെയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പിള്ളേരുടെ ഒരു ചെറിയൊരു ദാഹമൊക്കെ അങ്ങോട്ട് ശമിപ്പിച്ച് ഞങ്ങളിതാ നേരെ ലുലുവിൻ്റെ എൻട്രൻസിലേക്ക് പോയി. ഞങ്ങളങ്ങനെ എൻട്രിയിലേക്ക് കടന്നു ഗൈസ്. അതെ, ഞങ്ങൾ ലുലുവിലെത്തി. നമ്മളെ കാത്തതേ അവരൊക്കെ അവിടെ നിൽക്കണ്ടായിട്ടാ. അവർ വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു എവിടെയായെന്ന് ചോദിച്ചിട്ട്. പിന്നെ നമ്മുടെ എല്ലാവരും ഉണ്ട്. അവർ ഓരോരുത്തരെ അവിടെ ഇരുത്തിയിട്ട് അമ്മായി അവർക്ക് ചായയോ കടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കണേയാണ് കേട്ടോ. എല്ലാവർക്കുള്ള ചായയും കടിയൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണേണ് കേട്ടോ കാണണേ. അതിൻ്റെ ഇടയ്ക്ക് അമ്മായി ലായ്ക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതെ, അപ്പോൾ അവനതേ പാത്തുവിനെയും കാണിച്ച് കളിപ്പിക്കണേണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവരെവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോണേയാണ് കേട്ടോ. അമ്മായി അവിടെ അവരെ എടുത്തിട്ടാണ് വന്നേക്കണേ. അതായത് വേറെ അമ്മായിയും ഞങ്ങളുടെ വല്യമ്മായും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അമ്മായിയുടെ അടുത്തേക്ക് പോവാൻ കേട്ടോ. നിങ്ങളെപ്പോഴെത്തിയത്? നിങ്ങളെപ്പോഴെത്തിയത്? 11 മണിയായി. സുന്ദരിയായിട്ടില്ല. എപ്പോഴെത്തിയത്? എപ്പോഴെത്തിയ? അതിന്റെ സ്ഥലത്ത് ഡ്രസ് എടുക്കാൻ പോയിട്ട് എന്തായി? തെരഞ്ഞെടുത്തു. വരാം. കുടിച്ചതാട്ട ഷിബിലാണ് വകയായിട്ട് മേടിച്ചത്. വീണ്ടും അവളൊരു പരീക്ഷത്തിന് വേണ്ടി ഞങ്ങളെ കൊണ്ടുവന്നേക്കാൻ. ഇന്നാള് ജ്യൂസ് കുടിക്കാൻ പോയില്ല നമ്മൾ റോയലിൽ, ഫലൂടയൊക്കെ കുടിച്ച് ആ കഥയാണ് അമ്മായി പറഞ്ഞത്. അങ്ങനെ നമ്മളവിടെ നിന്നത് ലായ്ക്കിന് എന്തോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കാത്ത് നിൽക്കണേയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞങ്ങളുടെ ടീച്ചർ താത്തായാണ് കേട്ടോ. എനിക്കുള്ള ഒരു നാത്തൂനാണിത്. ഇപ്പോഴത്തെ വാ തുറക്കണത് ചിരിക്കാനാണ് കേട്ടോ. എപ്പോഴും ചിരിയായിരിക്കും. അങ്ങനെ നമ്മളിതേ ഫ്രൈസ് കിട്ടി, അത് കഴിച്ചുകൊണ്ടിരിക്കുക. അടുത്തുനിന്ന് വേറൊരാൾ കൂട്ടുകൂടിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പാത്തും കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഞങ്ങളുടെ വല്യമ്മയുടെ ഒരെണ്ണത്തിനൊന്നെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് ചവച്ച് നോക്കിയിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേണ് കേട്ടോ. അപ്പോൾ അത് വേറൊരാളവിടെ സ്നേഹം കാണിക്കാൻ കേട്ടോ. ഞാൻ വാരി കൊടുക്കണം, നീ വീഡിയോ എടുക്കണല്ലോ എന്നൊക്കെയാണ് ചോദിക്കണേ. ഇടയ്ക്ക് ആക്കട വായിലേക്ക് പോകണ്ടിട്ടാ. അമ്മായി ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്നിട്ട് ചെലവ് ചെയ്യണേ? എല്ലാവർക്കും മനസ്സിലും എന്താ കാര്യം എന്ന് വെച്ചാൽ അമ്മായിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടെന്ന്. അപ്പോൾ എന്താ ചിലവെന്ന് ചോദിച്ചപ്പോൾ അമ്മായി ബിരിയാണി വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അമ്മായിനെ ഊറ്റാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ പിള്ളേരൊക്കെ ഫണ്ടുറയിലേക്ക് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ പിള്ളേരെ തപ്പിക്കൊണ്ട് എടുക്കണതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേരെ നോക്കിക്കൊണ്ട് എടുക്കണതാണ് ഈ കാണുന്നത്. അങ്ങനെ പിള്ളേരെയൊക്കെ കിട്ടി. ഇതാ ഇക്കാക്ക പിള്ളേരെയും കൊണ്ടൊക്കെ വന്നിട്ടാ. അങ്ങനെ താഴത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്ത് നിന്നാണ് കേട്ടോ. അത് വല്യമ്മക്ക് ഇറങ്ങാൻ പാടാറുണ്ട്. നമ്മൾ ലിഫ്റ്റിന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ലിഫ്റ്റിൽ ഇറങ്ങിയതാണ്, കയറിയതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലി ആയിരുന്നു മൊത്തം അതിൻ്റെ ഉള്ളിൽ. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞ് ചിരിക്കണേയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിൽ കൂടുമ്പോൾ തന്നെയാണ് ലുലുവിൽ കൂടിയത്. അതാണ് വേറൊരു രസം. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലെത്തിയിട്ടാ. അങ്ങനെ
അപ്പോൾ എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു. അവർക്ക് ഓരോന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ കൂടെ വെറുതെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. വേറൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടം എന്താ ഇതേപോലെ ജ്യൂസ് കുടിക്കുക, കുറച്ച് അച്ചാറുകൾ വാങ്ങിക്കുക, ഉപ്പിലിട്ടത് വാങ്ങിക്കുക, അതൊക്കെയാണ് ഞങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ 2 ജ്യൂസ് വാങ്ങിച്ചു കേട്ടോ. കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? അത് അവർക്ക് കൊടുത്തു. അവർ വാങ്ങിച്ചത് എന്താ, മറ്റേ കോൾഡ് കോഫിയാണ്. കറക്റ്റ് നമ്മുടെ പാൽ ചായ തണുപ്പിച്ചത്, അല്ല പാൽ കോഫി തണുപ്പിച്ചത്. കുറച്ചുകൂടിയും തിക്നെസ് ആവാറുണ്ട്. തൊട്ടും വെള്ളം പോലെ ഇരിക്കേണ്ടതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വാങ്ങിച്ചത് ഡേറ്റ്സ് മിൽക്കിൻ്റെ ഒരു ഷേക്കാണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേറെ എന്തൊക്കെയോ എടുക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ കേട്ടാ. പിന്നെ എൻ്റെ കണ്ണ് ആദ്യം എടുക്കിയത് ഉപ്പിലിട്ടതിലാണ്. എനിക്ക് ഈ മധുരത്തേക്കാൾ ഇഷ്ടം എരിവും പുളിയൊക്കെ ഉള്ള സാധനങ്ങളാണ്. അപ്പം ഞാൻ നേരെ പോയി കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കണേണ് കേട്ടാ. നിങ്ങൾ എന്താ മേടിച്ചേ? മാങ്ങ, ആപ്പിളും പൈനാപ്പിളും വാങ്ങിച്ചു. ഓ സൂപ്പർ, അടിപൊളിയാന്ന് തോന്നുന്നു. കഴിക്കും. അങ്ങനെ നമ്മളവിടെ നിന്ന് വർത്താനം പറഞ്ഞപ്പോൾ പരിചയമുള്ള ആരെയും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിലൊന്നും വാങ്ങിക്കാനില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കാറില്ല. എല്ലാം കണ്ടും കേട്ടും നടക്കാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ അച്ചാറിൻ്റെ സൈഡാകുമ്പോൾ കുറച്ച് അച്ചാറും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടാ. അങ്ങനെ അതൊക്കെ കഴിച്ചതാ. സ്ട്രോബെറി ചോക്ലേറ്റിൽ മുക്കിയത് കഴിക്കണേണ്. എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ പേഴ്സണലി. അത് ഇവിടുത്തെ ആയതുകൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. ഇവരൊക്കെ ഇതിൽ 2-3 പേരും ഒരുപാട് പാടുപെട്ടേക്ക് അത് കഴിക്കണേണ്ടത്. അങ്ങനെ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തിയിട്ടാ. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാം ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങി വന്നപ്പോൾ എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇക്കാക്കാടെ അടുത്ത് ഞാൻ ചോദിച്ചതാണ് എന്തൊക്കെ വാങ്ങിച്ചതാണെന്ന്. നേരത്തെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതാ, പക്ഷെ റീലിലേക്ക് വന്നപ്പോൾ ആള് മറന്നു. എന്താ കഴിക്കണ? അറിയില്ല, കടയിൽ പോയി. എന്തായാലും എന്ത് കഴിക്കാൻ ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും കിട്ടിയിട്ടില്ല. വായു വയറായിട്ട് നടക്കാനുള്ള ഇപ്പൊ ഫുള്ളായിട്ടുണ്ട്. നമുക്ക് സാധാ ചോറ് മതി. സാധാ ചോറ് സാധാ. നീ എവിടെ പോയി കടന്നു? നിന്നെ കാണാണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഇവിടുന്ന് ഫുഡ് കഴിക്കണില്ല, പുറത്തുനിന്ന് കഴിക്കാമെന്നും പറഞ്ഞ്. കാരണം വല്യമ്മക്കും ഉമ്മച്ചിക്കൊന്നും ഈ കുഴിമന്തി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറ്റില്ല. അപ്പം അവർക്ക് നല്ല എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇറങ്ങി ഇപ്പോഴാണ് ആ നാത്തൂന്ന് പറയണ ഇത്താത്തല്ലേ ടീച്ചർ ഒരു ചുരിദാർ നേരത്തെ നോട്ടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പുള്ളിക്കാരി മറന്നുപോയി. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കാറൊക്കെ പാർക്കിങ്ങിൽ നിന്ന് എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ആ ചുരിദാർ വേണം. അങ്ങനെ രണ്ടാമത് ഞങ്ങൾ അവിടെ പുറത്തുനിന്ന് ഞങ്ങൾ കാറിൽ നിന്ന് ഓടി വന്നാണ് കേട്ടാ. ഓടി വന്നു കഴിഞ്ഞപ്പോൾ മറ്റിത്താത്തായും പുറകെ വന്നിട്ട് ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടാണ് ഇതിനെ. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്ടാ. ഞങ്ങൾ ഇവിടുന്ന് കയറുമ്പോൾ മുതൽ ഞങ്ങൾക്ക് കോള് വേണ്ടി വേഗം വാ വേഗം വാ എന്നും പറഞ്ഞോണ്ട്. കാരണം റോഡ് സൈഡിൽ വണ്ടി ഇട്ടിട്ടാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടേക്കുന്നത് കാക്ക. അങ്ങനെ നേരെ ഞങ്ങൾ ഓടി. ഒന്നാമത് എൻ്റെ ഫോണിൽ ചാർജും ഇല്ല. ഞങ്ങൾ വേഗം പോയി ഒരു ചുരിദാർ ഇങ്ങോട്ട് എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഗൂഗിൾ പേയിൽ എന്തോ പ്രശ്നം വന്നുകൊണ്ടിരിക്കണത്. ലാസ്റ്റ് അതൊക്കെ ഓക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ തല്ലി പിടിച്ച് താഴെ വന്നപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ എന്തോ പരിപാടി കണ്ടക്ട് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം നോക്കി എന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഇതുങ്ങൾ രണ്ടുപേരെയും കാണാനുള്ള കേട്ടോ. പിന്നെയും മിസ്സായി ഇതുങ്ങളെ. അങ്ങനെ പുറത്തേക്ക് വന്നു. ഇപ്പോൾ അവർ കാണാനില്ല ഗായ്സ്.
ഒരു വരട്ടെ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ നിന്ന് ഓടി വരണ്ടിട്ട് രണ്ടുപേരും കൂടി രണ്ടുപേരെയും ഫോണിൽ വിളിച്ച് അവർ കുറേ ചീത്തയൊക്കെ പറഞ്ഞു തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കറി കയറി കണ്ണ് എന്നാലും ചിരിക്കും. അപ്പം പുള്ളിക്കാർ പിന്നെ ഞങ്ങൾ ഇഫ്താറിലാണ് കയറിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും ഇറങ്ങി. അപ്പം അപ്പുറത്തെ 2 കാറിലായിട്ടായിരുന്നല്ലോ അവർ വന്നേർന്നേ. ഞങ്ങളുടെ വണ്ടി പുളിഞ്ചോട്ടിലിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊക്കെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് പൊക്കോളും. അങ്ങനെ ഓരോരുത്തരുടെ വായിലിരിക്കുന്നത് ഇത്താത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ മെയിൻ ഇത്താത്തായായിരുന്നു. എവിടെ ചെന്നാലും അങ്ങനെ തന്നെ പുള്ളിക്കാരിക്ക്. അങ്ങനെ ഞങ്ങളിതാ ഒരു മിററൊക്കെ കണ്ടപ്പോൾ അവിടുന്ന് കാട്ടിക്കൂട്ടണെന്നാണ് കേട്ടോ കാണുന്നത്. അതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ എല്ലാവരും വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുന്ന ടൈമാണ് കേട്ടത്. അപ്പോൾ വീഡിയോ കൊണ്ട് ഓരോന്നിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വല്ലതും കേൾക്കും. അതുകൊണ്ട് ഞാൻ ഒളിച്ചെന്നാണ് ഈ വീഡിയോ എടുക്കണേ. അങ്ങനെ നമുക്ക് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വന്നു. എന്നിട്ട് ഫുഡ് എത്തിയിട്ടില്ല. നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ലാസ്റ്റ് ഫുഡ് വന്നു കേട്ടോ. അവരൊക്കെ കുഴിമന്തിയാണ് പറഞ്ഞത്. ഞാൻ ഫ്രൈഡ് റൈസ്, ഉമ്മച്ചിക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓരോരോ ഇഷ്ടത്തിന് എന്തൊക്കെയോ പറഞ്ഞിട്ടാ. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ കൈ കഴുകാൻ ചെന്നപ്പോൾ അവിടെ ഇരുന്ന് ഇത്താത്ത വേറെ എന്തോ കോമഡി അടിക്കണു. അങ്ങനെ അതൊക്കെ കേട്ട് അവർ ചിരിക്കണേ കേട്ടാ. അങ്ങനെ നമ്മളിതാ ബില്ല് കഴിഞ്ഞ് ഇറങ്ങിട്ടാ. അങ്ങനെ നമ്മൾ ഇതേ ബില്ലിങ് സെക്ഷനിലൊക്കെ കഴിഞ്ഞ് ഇതേ ഇറങ്ങാൻ കേട്ടാ. ഓരോരുത്തരായിട്ട് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ മറ്റേ വാങ്ങിച്ച ഉപ്പിലിട്ടതൊന്നും എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ ഓടിപ്പോയി ഉപ്പിലിട്ടതൊക്കെ എടുത്തത് ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാണ്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഇഷ്ടം. മധുരമുള്ളതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ അതാ പൈനാപ്പിൾ നിന്നിട്ട് അതിൻ്റെ ഒരു മേന്മ പറയുന്നതാണ് ഇത്. അങ്ങനെ അതേ ലാസ്റ്റ് മാങ്ങയുണ്ടായിരുന്നു. അത് പിന്നീട് കണ്ടത്. അങ്ങനെ അതും പൊട്ടിച്ച് എല്ലാവരും കഴിച്ച് ഞങ്ങളിതേ വീട്ടിലേക്ക് മടങ്ങാൻ കേട്ടോ. ഞങ്ങൾക്ക് പുളിഞ്ചോട്ടിൽ ഇറങ്ങണം. ഞാൻ എൻ്റെ വണ്ടി അവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ട് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കാക്ക അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. കണ്ടോ ഞങ്ങളുടെ ഇക്കാക്കയുടെ ഡ്രൈവിങ് സ്കില്ല്, മാഷാല്ലാ. അങ്ങനെ ഞങ്ങളിതാ പുളിഞ്ചോട്ടിൽ ഇറങ്ങി എല്ലാവർക്കും ടാറ്റു എടുത്തു. എൻ്റെ മോനെ ഞാൻ അവിടെ വെച്ച് മറന്നിട്ടാ. അതിഞ്ഞ് രണ്ടാമത് എടുത്തപ്പോഴാണ് അയ്യോ എൻ്റെ കൊച്ചിൻ്റെ അടുത്തില്ലല്ലോ എന്ന് ഓർക്കണം. അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് ടാറ്റയും പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി.